നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പൊക്കെ ചർച്ച ചെയ്തിരുന്ന ആ വാർത്ത ഇപ്പോൾ ഒഫീഷ്യലായിരിക്കുന്നു. മറ്റൊന്നുമല്ല, കാസമിറോ ഇന്റർ മയാമിയിൽ സൈൻ ചെയ്തിരിക്കുന്നു. ലയണൽ മെസ്സിക്കൊപ്പം അദ്ദേഹം ഇനി ഇന്റർ മയാമിയിൽ പന്ത് തട്ടും. 2027 MLS സീസൺ അവസാനിക്കുന്നത് വരെയാണ് അദ്ദേഹത്തിൻ്റെ കോൺട്രാക്റ്റ് ഇപ്പോൾ കൊടുത്തിരിക്കുന്നത്. ദെൻ വേണമെങ്കിൽ അദ്ദേഹത്തിന് 2029 വരെ എക്സ്റ്റെൻഡ് ചെയ്യുകയും ആവാം. അങ്ങനെയുള്ളൊരു എക്സ്റ്റൻഷൻ ഓപ്ഷൻ കൂടി ഈ ഒരു കോൺട്രാക്റ്റിലുണ്ട് എന്ന കാര്യം ഇപ്പം കൃത്യമായിട്ട് ക്ലബ് ഒഫീഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിലൂടെ അറിയിക്കുന്നു. ഇന്റർ മയാമി CF അനൗൺസ്ഡ് ടുഡേ ദാറ്റ് ഇറ്റ് ഹാസ് സൈൻഡ് ബ്രസീലിയൻ ഇന്റർനാഷണൽ മിഡ്ഫീൽഡർ കാസമിറോ. പിന്നെ കാസമിറോയുടെ പ്രതികരണം വന്നിട്ടുണ്ട്. അതിൽ അദ്ദേഹം വളരെ കൃത്യമായിട്ട് പറയുന്നു, എന്നെ ഏറ്റവും അധികം മോട്ടിവേറ്റ് ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, I think this is true for every player is winning and continue to grow. അതാണ് എല്ലാ താരങ്ങളെയും അങ്ങനെ തന്നെയാണ്. വിജയിക്കുക, വീണ്ടും വളരുക, ഇതൊക്കെയാണ് വലിയ രൂപത്തിൽ മോട്ടിവേറ്റ് ചെയ്യുന്നത്. ഈ ക്ലബിൻ്റെ പ്രൊജക്റ്റ് എൻ്റെ മുന്നിലേക്ക് പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത് വളരെ കൃത്യമാണ്. ആ ഒരു എഫേർട്ട് അവരുടെ ഭാഗത്തു നിന്നുണ്ട്. അത് എന്നെ ഇവിടെ എത്തിച്ചിട്ടുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ വലിയ രൂപത്തിൽ നന്ദി പറയുന്നു. അതുപോലെ തന്നെ ടീമിനോടൊപ്പം കളിക്കാനിറങ്ങുക എന്നുള്ളതിനു വേണ്ടി ഞാൻ ഈഗറായിട്ട് വെയിറ്റ് ചെയ്യുകയാണ്. എന്നിൽ അർപ്പിച്ചിരിക്കുന്ന ഈ ഒരു വിശ്വാസം അത് തിരികെ കൊടുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അത് 90 മിനിറ്റ് ഒരു മാച്ച് ഡേയിൽ കൊടുക്കുക എന്നുള്ളത് മാത്രമല്ല, ബട്ട് എവറി ഡേ ഇൻ ട്രെയിനിങ് ആസ് വെൽ. ഓരോ ദിവസവും ട്രെയിനിങ്ങിലും ആ ഒരു ട്രസ്റ്റിനനുസരിച്ചുള്ള പ്രകടനം നടത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. എനിക്കാകെ പറയാനുള്ളത് താങ്ക് യു എന്നുള്ളത് മാത്രമാണ്. തീർച്ചയായിട്ടും ഐ വിൽ ഗീവ് എവറിത്തിങ്. ഐ ഹാവ് ടു റിട്ടേൺ ദി അഫെക്ഷൻ ആൻഡ് കോൺഫിഡൻസ് ദി ക്ലബ് ഹാസ് ഷോൺ മീ എന്നുകൂടി അദ്ദേഹം പറയുന്നു. തന്നോട് അർപ്പിച്ചിട്ടുള്ള ഒരു വിശ്വാസവും ആ ഒരു അഫെക്ഷനും ഒക്കെ തിരികെ തനിക്ക് നൽകാൻ കഴിയുമെന്നുള്ളൊരു വിശ്വാസമാണ് ഇപ്പോൾ കാസമിറോ പ്രകടിപ്പിക്കുന്നത്. നമുക്കറിയാം, വേൾഡ് കപ്പിൽ കാസമിറോ അത്ര ഒരു മികച്ച പ്രകടനമല്ല നടത്തിയത്. പക്ഷേ അതിനു മുമ്പ് മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ പൊളിച്ചടിക്കിയിരുന്നു. വൺ മോർ ഇയർ കാസമിറോ എന്ന് മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ ആരാധകർ ചാൻറ്റ് ചെയ്യുന്നത് നമ്മളിപ്പോഴും നമ്മുടെ ചെവിയിൽ മുഴങ്ങുന്ന പോലെയില്ലേ. ആ കാസമിറോ അതേ പ്രകടനം ലിയോ മെസ്സിക്കൊപ്പം ഇന്റർ മയാമിയിൽ പുറത്തെടുക്കുമെന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. എന്തല്ലേ ഫുട്ബോളിൻ്റെ ഒരു സൗന്ദര്യം ഇതാണ്. സെർജിയോ റാമോസും ലിയോ മെസ്സിയും കൂടി ബാഴ്സലോണയിലും റയൽ മാഡ്രിഡിലും ഉള്ളപ്പോൾ എന്തൊക്കെ സംഭവിച്ചതാണ്. പക്ഷേ ഇന്റർ മയാമിയിലെ PSG അവർ ഒരുമിച്ചുണ്ടായ സമയത്ത് വലിയ രൂപത്തിൽ ആ ഒരു സൗഹൃദം നമ്മൾ കണ്ടു. അതിനുശേഷം കാസമിറോ അതുപോലെ റയലിൽ കളിച്ച സമയത്ത് എന്തൊക്കെ സംഭവിച്ചിട്ടുള്ളതാണ്. അദ്ദേഹം ഇവിടെ ഇനി മെസ്സിക്കൊപ്പം വന്നെത്താൻ പോകുന്നു. ഇവിടെ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.